നമസ്കാരം. മധ്യേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്കും ഹിസ്ബുള്ള എന്ന പ്രോക്സി തീവ്രവാദ ഗ്രൂപ്പുമായുള്ള യുദ്ധത്തിലേക്കുമൊക്കെയാണ് ഇപ്പോൾ യുദ്ധം കടന്നു പോകുന്നത്. ഇത്തരത്തിൽ പല തലങ്ങളിലായി ഇസ്രയേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം മുറുകുന്ന സാഹചര്യമാണുള്ളത്. മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ ഘട്ടത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വിപുലമായ റോക്കറ്റ് ആക്രമണം അഴിച്ചുവിട്ടു. വടക്കൻ ഇസ്രായേലിലെ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ നീക്കം. ഈ പ്രത്യാക്രമണത്തിൽ പ്രധാനമായും ഇസ്രായേലിന്റെ 2 സൈനിക കേന്ദ്രങ്ങളാണ് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത്. അതിർത്തി പ്രദേശമായ ഗോലാൻ കുന്നുകളിലെ സൈനിക ബാരക്കുകൾക്ക് നേരെയും ഇസ്രായേലിന്റെ പ്രധാന നാവിക കേന്ദ്രങ്ങളിലൊന്നായ ഹൈഫ തുറമുഖത്തിന് നേരെയുമാണ് റോക്കറ്റുകളും പീരങ്കി ഷെല്ലുകളും പ്രയോഗിച്ചത്. തങ്ങളുടെ ടെലഗ്രാം ചാനലിലൂടെയാണ് ഹിസ്ബുള്ള ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഹൈഫ പോലെയുള്ള വലിയ നഗരങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കുമുണ്ട്. ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ലബനീസ് അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനയായാണ് നിരീക്ഷകർ കാണുന്നത്. എന്നാൽ ഹിസ്ബുള്ള തൊടുത്തുവിട്ട മിക്ക റോക്കറ്റുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. നിലവിൽ ഈ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളോ ആൾനാശമോ സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല. ഇറാൻ ഇസ്രായേൽ സംഘർഷം അഭൂതപൂർവമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമസേന അതിശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു. ഇറാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള അതീവ സുരക്ഷാ മേഖലകളിലും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലുമാണ് മിസൈലുകളും ബോംബുകളും പതിച്ചത്. ഇറാന്റെ സൈനിക ശേഷിയെയും ഭരണ സംവിധാനത്തെയും നേരിട്ട് തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഈ സൈനിക നീക്കങ്ങൾക്കിടയിലാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ രഹസ്യ പദ്ധതിയും പുറത്തു വന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് എങ്ങനെയാണ് തങ്ങൾ ഖമനേയെ വധിക്കാൻ വേണ്ടി ആലോചനയും ആസൂത്രണവും നടത്തിയത് എന്ന കാര്യങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ നവംബറിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല സുരക്ഷാ യോഗത്തിലാണ് ഖമനേയെ ലക്ഷ്യമിടാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ 2026 പകുതിയോടെ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്ന ഈ വധപദ്ധതി നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് നേരത്തെയാക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. ഇറാനിൽ നിലനിൽക്കുന്ന ആഭ്യന്തര അസ്വസ്ഥതകളും പ്രതിഷേധങ്ങളും ഭരണകൂടത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യം മുതലെടുത്തായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇറാനിലെ രാഷ്ട്രീയ മാറ്റത്തിന് ആക്കം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടത്തിയതെന്നും പ്രതിരോധ മന്ത്രാലയം പറയുന്നു. അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ നിലപാട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ടൈം മാഗസിൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ കൃത്യമായി പങ്കുവച്ചിരിക്കുന്നു. ഇറാന്റെ ആണവായുധങ്ങൾ ഇല്ലാതാക്കുക, ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർക്കുക, പുതിയ നേതൃത്വത്തെ കൊണ്ടുവരിക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങളെന്നും യുദ്ധം എത്രകാലം നീളുമെന്ന് പറയാനാകില്ലെന്നും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.